നമുക്കൊരു കുഞ്ഞു യാത്ര പോയാലോ? എപ്പോഴും നമ്മുടെ കേരളം വിട്ട് തമിഴ്നാട്, നോർത്ത് ഇന്ത്യ അങ്ങനെയൊക്കെയല്ലേ യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് പോയാലോ? കേരളത്തിൽ എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയോ? ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ. അതൊന്നും ശരിക്കും പറഞ്ഞാൽ കാണാതെയും ആസ്വദിക്കാതെയാണ് വേറെ നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റുകളിൽ പോയി നമ്മൾ ബുദ്ധിമുട്ടുന്നത്. എന്തിനാണല്ലേ ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ലേലും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാടിന് നമ്മളൊരു വില കൊടുക്കത്തില്ല. എന്തിനേറെ പറയുന്നു, ഞാനൊരു തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. നമ്മുടെ അവിടെ പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു ഫേമസ് ടെമ്പിളാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. അവിടെ ഞാൻ എത്ര പോകുന്നു. ഈ പറഞ്ഞ തിരുപ്പതിയിലും ഗുരുവായൂരും ഒക്കെ നമ്മൾ എല്ലാ വർഷവും ഞാൻ ഒരിക്കലെങ്കിലും പോവാറുണ്ട് കേട്ടോ. ഈ പത്മനാഭൻ്റെ മണ്ണിൽ കിടന്നിട്ട് പത്മനാഭനെ കാണാൻ ഏതെങ്കിലും ആണ്ടിലാണ് പോകുന്നത്. ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നില്ല ഞാൻ കാണാൻ പോകുന്നതെന്ന്. കാരണം നമ്മളെ അടുത്ത് കിടക്കുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അത് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ടെമ്പിൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മിനിറ്റിന് ഓടിയാനെ, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും പ്രകൃതി രമണീയതയുള്ള സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് നമുക്കൊട്ടും നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ആയാലും ഫുഡായാലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും പോയി നമ്മൾ ആസ്വദിക്കുന്നത്. പിന്നെ അവിടെ കണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ എങ്ങോട്ടാണ് യാത്രയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ അതിമനോഹരമായ സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ്. കുഞ്ഞു യാത്ര കേട്ടോ, ഒരു ദിവസത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാനത്തേക്കാണ് പോയിട്ടുള്ളത്. കുട്ടിക്കാനത്ത് എന്താ കാണാനുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ ഒരു സ്റ്റേക്കേഷനിൽ വന്നതാട്ടോ, അല്ലാതെ സ്ഥലങ്ങൾ കാണാനോ മറ്റൊന്നിനും വന്നതല്ല. ജസ്റ്റ് ഒരു ദിവസം ഞാനും വേദയേട്ടനും മാത്രമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഫുഡ് കഴിക്കേണ്ട സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. നല്ല വെയിലല്ല, വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. നല്ല കാലാവസ്ഥ. അപ്പോൾ ഇവിടെ നിന്ന് ആളോട് ചോദിച്ചപ്പോൾ മിക്കവാറും വൈകുന്നേരം കോടമഞ്ഞൊക്കെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതും പ്രതീക്ഷിച്ച് ഒരു കുഞ്ഞുറക്കമല്ല, ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അതാ മഴയെന്ന് പറഞ്ഞാൽ നല്ല ഇടിയും മിന്നലോട് കൂടി മഴ കേട്ടോ. വേദ വന്ന പാടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കരകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മഴയും കൂടി കണ്ടപ്പോഴേക്കും അയ്യോ എല്ലാം കുളമായോ എന്ന് കരുതി. മഴയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇടിയും മിന്നൽ. പക്ഷേ വേദ ആരെയോ കാര്യമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു 5:30 മണിയായപ്പോഴേക്കും ആ മഴ എങ്ങോട്ട് പോയെന്നറിയില്ല, നല്ല വെയിൽ വന്നു. പിന്നെ ഒരു 7 മണി വരെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് മറിച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വിശപ്പടിച്ചു. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കുഞ്ഞു തണുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ഒക്കെ ഉള്ള സ്റ്റേജിൻ്റെ ഒരു വില്ലയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരി.